Hello everyone. Class 1-ൽ പഠിക്കുന്ന മക്കൾക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സസും എക്സ്ട്രാ വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കളെല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എക്സാംസ് ഉള്ളത്. സോ ഇനി എൻ്റെ മക്കൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊന്നുമല്ല, വലിയൊരു എക്സാമാണ്. നമ്മുടെ ഫസ്റ്റ് എക്സാമാണ് നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത്. സോ ഓണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു വലിയൊരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു കാര്യം ഫുൾഫിൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു പാലം ക്രോസ് ചെയ്യാനുണ്ട്. ആ ഒരു വലിയൊരു ബ്രിഡ്ജാണ് നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത്. സോ ആ ഒരു ഓണം എക്സാമിന് നിങ്ങൾ എത്രത്തോളം പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഓണ പരീക്ഷയിൽ എൻ്റെ മക്കൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ നമുക്കറിയാം നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് മാത്രമാണ് പഠിക്കാനുള്ളത്, ഇംഗ്ലീഷ്, മലയാളം ആൻഡ് മാത്സ് അല്ലേ? ഇങ്ങനെ 3 സബ്ജക്റ്റിൽ ഈ ഒരു ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരെ പഠിക്കണം? ഫുള്ളായിട്ട് പഠിക്കണോ? 3 ചാപ്റ്റർ പഠിച്ചാൽ മതിയോ? അതോ 1 ചാപ്റ്റർ പഠിച്ചാൽ മതിയോ? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഫുൾ സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ എൻ്റെ മക്കൾക്ക് ഓണം എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സാണ് പറവകൾ പാറി, പൂവ് ചിരിച്ചു, ആർപ്പോ ഇറോ, പിറന്നാൾ സമ്മാനം, മണ്ണിലും മരത്തിലും. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടായിരിക്കാം. ഇനി അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് ആൻഡ് ബാക്ക് ടു ഗ്രീൻ, ഇങ്ങനെ 2 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ മാത്സ്. ഗണിതം നോക്കുകയാണെങ്കിൽ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ ലൈവ് ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ദെൻ വാക്ക് ആൻഡ് വാക്ക്, ദെൻ ആമീസ് ബർത്ത്ഡേ, ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് എന്നാണ് നിങ്ങൾക്ക് മാത്സിൽ ക്വസ്റ്റ്യൻസ് വരിക. സോ നിങ്ങൾ എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓണം എക്സാമിന് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ഈ ഒരു ഓണം എക്സാമിന് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഓണം എക്സാമൊക്കെ വെറുതെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാം അല്ലേ എന്നുള്ളൊരു തിങ്കൊക്കെ മക്കൾക്ക് ഉണ്ടായിരിക്കും. സോ എൻ്റെ മക്കളുടെ ഫസ്റ്റ് എക്സാമാണ്. സോ ഈ ഒരു ഫസ്റ്റ് എക്സാമിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ? അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഞാൻ എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ് നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ച എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് അത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരില്ല. സോ ഓരോ എക്സാംസും അതിൻ്റേതായിട്ടുള്ള ചൂടിൽ കാണാം. ഓക്കെ, വെറുതെ നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പഠിക്കേണ്ട ഒരു ഓളം പോകും. അതുകൊണ്ട് ഏത് എക്സാം ആയിക്കോട്ടെ, ഇനി ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, ക്ലാസ്സിൽ വെറുതെ നടക്കുന്ന ടെസ്റ്റുകളായിക്കോട്ടെ, ഇതിനെല്ലാത്തിനും എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം മാർക്ക് എൻ്റെ മക്കൾക്ക് കിട്ടും. അത്രയും മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് ടോപ്പർ ആവും, നിങ്ങളുടെ പാരൻസിനും ഒത്തിരി ഹാപ്പി ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും ചാപ്റ്റേഴ്സാണ് എൻ്റെ മക്കൾ ഓണം എക്സാമിന് ക്ലിയർ ചെയ്യേണ്ടത്. സോ ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. സോ മലയാളത്തിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, മാത്സിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ പഠിക്കും, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ് 1 യൂട്യൂബ് ചാനൽ മക്കൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ഓണം എക്സാമിന് എക്സാം വിന്നറിൻ്റെ കൂടെ പഠിച്ച എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ എക്സാം വിന്നറിൻ്റെ കൂടെ ഓണ പരീക്ഷയ്ക്ക് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, യെസ് റെഡി ആണെന്ന് അറിയാം.